ജനങ്ങൾക്ക് മുമ്പിൽ അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്ന ഈ മീനാണ് എൻ്റെ മുക്കുവൻ. അവൻ്റെ മുക്ക് പൊത്തിക്കും പിള്ളേർക്കും വേണ്ടി കഷ്ടപ്പെട്ട് ചൂണ്ടയിട്ട് പിടിച്ചോണ്ട് വന്നാണ് കേട്ടോ. ചുമ്മാ രസത്തിന് പറഞ്ഞതേ ഉള്ളൂ. കെട്ടിയവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു താങ്ക്സ് ഒക്കെ പറയണ്ടേ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു കഴിയുമ്പം. ഞാനുണ്ടല്ലോ ഇന്ന് കുറച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു. സാധാരണ പുഴമീനൊരു ചൊവയുണ്ടാകുമെന്ന് വെച്ച് ഇത്രയും നാൾ ഞാൻ കറി വെക്കാറില്ലായിരുന്നു, വറക്കുവാട്ടോ ചെയ്യണേ. ഇന്ന് നല്ല നാട്ടുമാങ്ങയൊക്കെ ഇട്ടിട്ട് ഞാൻ കറി വെച്ചു. സെറ്റായിരുന്നു കേട്ടോ. നല്ല പുളിയൊക്കെ ആയിട്ട് ഒരെണ്ണെടുത്ത് വറക്കുകയും ചെയ്തു, കുറച്ച് ബീറ്റ്റൂട്ട് തോരൻ വെച്ചു. ഇന്ന് ഇതുകൊണ്ട് ഒപ്പിച്ചു ഉച്ചയ്ക്ക്. ഇവന്മാർ ഇവിടെ റൂമിൽ ഇരുന്ന് നല്ല കളിയാണ് കേട്ടോ. മൂത്തവനോട് ഇരുന്ന് എന്തോ കഥാപുസ്തകം വായിക്കുന്നുണ്ട്. അവരുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. ഇളയവൻ അവൻ്റെ കൂടെ അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ പുറത്തെടുത്തിട്ട് ഇവർ മൂന്നുപേരും അവിടെ കളിയായിരുന്നു ഒരു ഉച്ച കഴിഞ്ഞ സമയം മുതൽ. വൈകുന്നേരമായി അവൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇവർ നമ്മുടെ പെറ്റ്സിനെ എല്ലാം ക്ലീൻ ചെയ്യുന്ന പരിപാടി ഇപ്പോൾ 2 ദിവസമായിട്ട് ഇവരാട്ടോ ചെയ്യുന്നത്. ആ ദിവസങ്ങളിൽ ഞാൻ കാണിച്ചു കൊടുത്തു. ഇപ്പോൾ അവർ തന്നെ അത് ചെയ്തോളും. എന്നാലും ചെയ്ത് പഠിക്കട്ടെന്നേ. ഇവന്മാരൊക്കെ എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ നല്ല ഇൻട്രസ്റ്റാണ്. പിന്നെ അവസാനം ക്ലീനിങ്ങും അതിന് തീറ്റ കൊടുക്കലും ഒക്കെ എൻ്റെ തലയിലാവും. ഇത്തവണ കാണിച്ചു കൊടുത്ത് ചെയ്തോളാൻ പറഞ്ഞു. എന്നാലും ഇൻട്രസ്റ്റ് ആയിട്ട് അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോൾ വലിയ ക്ലീനിങ്ങൊക്കെ ഞാൻ തന്നെ ഒന്ന് ചെയ്യും, പാവം കുഞ്ഞുങ്ങളല്ലേ. എന്നാലും കിട്ടുന്നതാവട്ടെ, നമുക്കൊരു ഹെൽപ്പല്ലേ ഇതൊക്കെ. കുട്ടീസിന് 8 മണി വരെ ഡ്യൂട്ടി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വൈകിട്ട് നേരത്തെ കുളിച്ച് റെഡി ആയിരിക്കുവാണെങ്കിൽ പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനതുകൊണ്ട് കുളിക്കാൻ കയറാമെന്ന് വിചാരിച്ചതാണ്. എന്താണെന്നറിയാൻ പാടില്ല, ക്ലൈമറ്റ് ചേഞ്ച് ആവണമെന്നുണ്ട്. മുടി നന്നായിട്ട് പൊഴിയുന്നുണ്ട് കേട്ടോ. അതൊക്കെ പോട്ടെ. നാളെ കഴിഞ്ഞ് സ്കൂൾ തുറക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും തിരക്കാവും. അവർക്കും ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. പിന്നെ പുറത്തു പോക്കലൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് എന്തായാലും പുറത്ത് പോയി ഫുഡും കഴിച്ച് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാ വർഷവും ഉള്ളതാണ്. സെപ്റ്റംബറിൽ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് പ്രത്യേകിച്ചും ഇവന്മാരെ ഇവിടെ കൊണ്ടുപോകാമെന്നൊക്കെ നമ്മൾ ഇടയ്ക്ക് പറയാറുണ്ട്. വീടിൻ്റെ ബാൽക്കണിയിൽ നോക്കി ഇവിടുത്തെ ലൈറ്റ് മുഴുവൻ കാണാം കേട്ടോ. അപ്പോൾ ഇന്ന് ചോദിച്ചു, അമ്മേ നമ്മൾ എന്നാ പോകുന്നതെന്ന്. ഞാൻ വിചാരിച്ചു സ്കൂൾ തുറക്കുമല്ലേ, എന്നാൽ അതിന് മുമ്പ് ഒന്ന് പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കൂടെ അവിടെയൊക്കെ പോയി സന്തോഷിച്ച് വരാമെന്ന്. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാവേ.